ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം കേട്ടാ. അപ്പം നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാ. ഇനി വീഡിയോ അങ്ങനെ വെറുപ്പിക്കലായിട്ടായാലും എന്നും ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ. കാരണം കുറച്ച് വീഡിയോ കണ്ടിടാതെ ആയപ്പോൾ നമ്മളെ വ്യൂസൊക്കെ വളരെ കുറവായിട്ടാ. അപ്പോൾ യൂട്യൂബിന് ഇപ്പോൾ അതൊന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ പ്രശ്നങ്ങളൊന്നും. അവർക്ക് വീഡിയോ ഇടുക കണ്ടിന്യൂ ആയിട്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല വീഡിയോ ആയാലും ഇടക്ക് വീഡിയോ ആയാലും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടണം. അപ്പോൾ ആ വീഡിയോ ഇടാത്തതിൻ്റെ ഒരു ഇതിപ്പോൾ എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിയുന്നതും ഞാനിങ്ങനെ പരമാവധി ഈ ചെറിയ ചെറിയ വീഡിയോസ് ഇടുകയാണ് കേട്ടോ. അപ്പം ഇന്ന് നൂൽപുട്ടാണ്. അപ്പം നൂൽപുട്ട് പൊടികളൊക്കെ കഴിഞ്ഞിട്ടാണ് മോളുടെ കല്യാണമായിട്ട് പൊടിപ്പിച്ചതായിരുന്നു കേട്ടോ. എല്ലതും മുളകായാലും അരിപ്പൊടി ആയാലും ഒക്കെ തീർന്നിട്ടാ. ഇനി മിളക് എങ്ങനെയൊന്ന് ഉണങ്ങി കിട്ടുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ. മല്ലിപ്പൊടി പിന്നെയുണ്ട്, പക്ഷേ മുളകും പൊടിയാണ് കേട്ടോ അപ്പോൾ തീർന്നുള്ളത്. അപ്പോൾ ഈ നൂലിപ്പൊട്ടിന് പൊടി വാട്ടുമ്പോഴേ ഒന്ന് ശകലം ടൈറ്റാക്കി എടുത്തിട്ടെന്ന് വെള്ളം ഒന്ന് കുറഞ്ഞില്ലെങ്കിൽ ഒരു നൂൽപുട്ടൊരു ഇതില്ല കേട്ടോ, ഒരു കുഴഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഒന്ന് നല്ലൊന്ന് ടൈറ്റാക്കി വാട്ടിയിട്ട് കുഴച്ചെടുത്തപ്പോൾ നല്ല സൂപ്പർ നൂൽപുട്ടായിരുന്നിട്ട്. അതിലേക്ക് നല്ല നാളികേരപ്പാലായിരുന്നിട്ടെന്ന്. അതുപോലെ ഇനി നമുക്ക് പലവ്യഞ്ജന സാധനങ്ങളൊക്കെ പരിപ്പ് ഉഴുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാണ്ട് ഒന്ന് പുറത്തേക്കാണ്ട് പോവാൻ മോനും ഒഴിവില്ല. ഓനൊഴിവുള്ളപ്പോൾ ഇക്കും പറ്റില്ല, അല്ലെങ്കിൽ മഴയാവും. അങ്ങനെയായിട്ട് ഒക്കെ ഇരിക്കുകയാണ് കേട്ടാ. അങ്ങനെ നൂൽപ്പെട്ടൊക്കെ ഉണ്ടാക്കി ലാസ്റ്റത്തെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മുരിങ്ങയില കറിയാണ്. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഇരുന്നിട്ട് ചൂടിയും വെത്തലൊക്കെ കൂടിയിട്ടുള്ളതുണ്ടായിരുന്നു, അത് ഞാൻ നന്നാക്കി വെച്ചിട്ടാണ്. അല്ലാതെ രാവിലെ അപ്പം നമുക്കിത് നന്നാക്കലൊന്നും നടക്കില്ല, വേറെയുള്ള ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഇന്നലെ തന്നെ ഞാനൊക്കെ കഴുകി മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് വറക്കണം. മുരിങ്ങയില കറി വെക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഈ വോയിസ് കൊടുക്കണ നേരത്ത് അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാറ്റ് ഞങ്ങനൊക്കെ ചീറിട്ടാ. എന്താ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് കേടുപാടുകൾ ഉണ്ടാവുക, എന്തൊക്കെയാണ് മേലിക്കത്ത് പെരേമയ്ക്കൊക്കെ വീഴുക എന്നുള്ളൊരു ഇത് ബേജാറൊക്കെ ആയി. ഒരു 10-15 മിനിറ്റ് നീണ്ടു നിന്നിട്ടേ കാറ്റ്. അങ്ങനെ കാറ്റൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തെ അവിടെ ഇവിടെയും ടോർച്ചടി ഇതൊക്കെ കാണുന്നുണ്ട്. തറവാട്ടിൽ കറണ്ടൊക്കെ പോയി നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ. ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എന്തൊക്കെയോ മുറിച്ച് മാറ്റണം ഒച്ച കേൾക്കാണ്ടിട്ടാ അവിടെ അടുത്ത ഒരു വീട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഉണ്ടായുള്ള നാശനഷ്ടങ്ങൾ, ഈ ഞങ്ങളോടെയും തറവാട്ടിലും കൂടി ഉണ്ടായുള്ള നാശനഷ്ടങ്ങൾ ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ അതാവൂട്ടാ കാണിക്കുക. അത്ര അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാ മരം മുറിക്കണ ഒച്ച കേൾക്കണ്, എന്തോ എവിടേക്കൊക്കെയോ വീണ് കിടക്കുന്നുണ്ട് കേട്ടാ. അതാണ് ഞാനൊന്ന് ചെക്കായ വോയിസ് അത് തന്നെയാണല്ലോ വെച്ചിട്ട്. അപ്പോൾ ഭയങ്കര ഒരു ഇപ്പോൾ ഇതിലും വന്നിരുന്നിട്ടാ മഴ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് റേഷൻ കടയുടെ അവിടെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്താണ് ഇപ്പോൾ ഒച്ച കേൾക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാട്ടാ. അങ്ങനെ നൂലിപ്പെട്ടൊക്കെ ലാസ്റ്റത്തെയും ഉണ്ടാക്കിയെടുത്ത് അതൊക്കെ കഴിഞ്ഞു കേട്ടാ. അങ്ങനെ മോൻ അപ്പോഴേക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പോയിട്ടാ. അപ്പോൾ വേഗം നാളികേരം പൊളിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒരു മുറി ചിരകി നൂൽപ്പെട്ടിക്കും ബാക്കി നമ്മളെ മുരിങ്ങയില കറിക്ക് കൊണ്ട് അരച്ച് എടുത്തു കിട്ടാ. എന്താ വെച്ചാൽ കറണ്ട് എപ്പോഴാണ് പോകുക എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നാളികേരമൊക്കെ അരച്ച് റെഡിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ തന്നെ ഞാൻ പരിപ്പും മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ്ട് വേവിച്ച് ഉപ്പിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് വേവിക്കുമ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ എത്തിച്ചാൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കുക്കറടിക്കുമ്പോൾ ഇങ്ങനെ തൂറ്റി പോവില്ല കേട്ടോ. അപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ എത്തിച്ചാൽ മതി പറയും. അപ്പം നമ്മൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാലയൊക്കെ തേച്ച മീൻ അതിന് പകുതി ഞാൻ അങ്ങോട്ട് വറക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. കുറേ ഒരു 1/2 കിലോനോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആവശ്യമുള്ളത് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുകയാണ്. അപ്പം ഞാൻ കറി ഒന്നിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മുരിങ്ങയില ഇടണോ, കൂടെ തന്നെ നമുക്ക് നാളികേരം അരച്ചതും ചേർത്ത് കൊടുക്കണം കേട്ടോ.
പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. എല്ലാവരുടെ അടുത്തേക്കും ഞാൻ എത്താട്ടാ പതിയെ. ഇങ്ങനെ ഇപ്പോൾ രാവിലെ ഒന്നും അങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴൊന്നും അങ്ങനെ കാണലൊന്നും ഇല്ല കേട്ടാ. അടുക്കളയിലത്തൊക്കെ കഴിഞ്ഞാലാണ് പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് നമ്മളൊക്കെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞാലാണ് കുറച്ച് നേരം ഇരിക്കുമ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടാ. കണ്ടില്ലെങ്കിലും പ്ലേ ചെയ്ത് വെക്കുകയെങ്കിലും ചെയ്യുക. വയ്യാഞ്ഞ വയ്ക്കുമ്പോഴേ നമുക്ക് ഇതൊക്കെ ഉള്ളൂ കേട്ടോ. വയ്യാഞ്ഞൊക്കെ പോയി കഥ. എന്നാലും ഒക്കെ ഓക്കെ ആയി വരുന്നിട്ടാ. ശബ്ദമൊന്നും കൂടിയും ശരിയാവാണ്ട് പിന്നെ ആവി പിടിക്കൽ തുടങ്ങിയപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ ചുമച്ചാലൊന്നും നമുക്ക് തീരെ കഫം വരില്ല. അങ്ങനെ ഒരു ചിലമ്പിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വരുമ്പോൾ അപ്പം ഞാൻ ഓഫാക്കും കേട്ടോ. അപ്പം ആവി പിടിക്കൽ തുടങ്ങിയപ്പോൾ കഫം ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ നമുക്ക് തുപ്പി പോവാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ കഫം കൊണ്ട് പോയാൽ നമുക്ക് ഓക്കെ ആയിട്ടാ. ആ കഫമുള്ള കാരണമാണ് നമുക്ക് ആ ചുമ വരുന്നത്. അപ്പോൾ കഴിയുന്നത് എല്ലാവരും ഇപ്പോൾ സേഫായിട്ട് മഴ കൊള്ളാതെ കേട്ടിരിക്കട്ടാ കൂട്ടുകാരെ. അങ്ങനെ നമ്മളെ കറി ഒന്ന് തിളച്ചപ്പോൾ ഞാനത് ഓഫാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഏതായാലും നമ്മളിപ്പോൾ ഈ പയ്യാതെ അതിൻ്റെ ശേഷമൊക്കെ ഒരു എളുപ്പപ്പണിയായിട്ടാ ഒക്കെ നോക്കുക. അപ്പോൾ ചട്ടിയിൽ പപ്പടം കാച്ചിയാൽ പിന്നെ അതിൽ ചിലപ്പം മീനായിട്ട് വേഗം കൊണ്ട് പാനത്തെ പോലെ വിട്ട് വരില്ലല്ലോ. അപ്പം ഞാൻ പാൻ തന്നെ വെച്ചു കൂട്ടാ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ചട്ടിയിലൊന്ന് 2 പപ്പടം കാച്ചിയിട്ട് പിന്നെ അത് ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഒരു 4 പപ്പടം മോൻ കഴിക്കുമ്പോൾ ചോദിക്കും പപ്പടമല്ലേ ചോദിക്കും. അപ്പോൾ ഒരു 4 പപ്പടം കാച്ചിട്ട് അതിൽ മീൻ വറക്കാച്ചിട്ടാണ് കേട്ടോ. കൂട്ടാനും ഒന്നാണ്ട് താളിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളം ഇനിയിപ്പോൾ ഒന്ന് എടുത്ത് ചവും വേണ്ട കഴുകുക. അപ്പോൾ ആ പാനിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു വിട്ടാ. അപ്പോൾ ഇത് മോളിക്ക് കൊടുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടാ. ഞാൻ ഈ മരക്കഷ്ണത്തുമ്മലൊക്കെ ഇങ്ങനെ മുറിക്കണമൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ കട്ടിംഗ് ബോർഡ് ഉണ്ട് കേട്ടാ. പക്ഷേ ഗൾഫിൽ നിന്ന് കൊടുന്ന തന്നെ. പക്ഷേ അതുമ്മലൊക്കെ ഇങ്ങനെ ഈ ഉണ്ണിത്തണ്ടും വാഴങ്കൂമ്പും ഒക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കറ പിടിച്ചിറക്കണം. അപ്പോൾ പൊതുവേ ഞാൻ ഈ മരക്കഷ്ണത്തുമ്പോൾ വെച്ചിട്ടാട്ടോ അപ്പോൾ ചെയ്യാറ്. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നു ഇത് കൊടുന്നിട്ട് തരുമ്പോൾ പറഞ്ഞിരിക്കുന്നു ഇനി ഇതുമ്മ ചെരിഞ്ഞാൽ മതിയിട്ടാ. ഇതൊക്കെ കൊണ്ടച്ചിട്ട് നാശമാക്കി കളഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം തന്നെ പുതിയതൊക്കെ ഇങ്ങനെ കൊണ്ടാക്കി വിട്ടാൽ എന്നിട്ട് ഈ പഴയതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കും. എന്നിട്ട് കുറേ കഴിഞ്ഞാൽ പുതിയതൊക്കെ നാശമാകും. അങ്ങനെയാണ് കേട്ടാ. ഇനിയിപ്പോൾ എന്തായാലും ആൾക്ക് എടുത്തിട്ട് ഉപയോഗിക്കണം. അപ്പോൾ മോളെ വക കട്ടിമോട് കിട്ടിയിട്ടാ. എന്തായാലും അങ്ങനെ 4 പപ്പടം തന്നെ കേട്ടാ. അതുകൊണ്ട് കാച്ചി എടുത്തതിന് ശേഷം കടുകും ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ട് കറി ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടാ. അതും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇന്നലെ അണ്ണൻ കളിക്കുമ്പോൾ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ അങ്ങനെ കൊത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അടുക്കളയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് കുഴിച്ചിടണം. പിന്നെ പ്ലാവുമ്മേ നിറയെ കുരുമുളക് ഉണ്ടായിരുന്നതാട്ടാ. പക്ഷേ ഈ ഒന്ന് നോക്കിയാൽ ഈ ചക്ക കൊണ്ടമായി ബംഗാളികളാണല്ലോ വരിക, ഹിന്ദിക്കാരാണല്ലോ കയറുക പ്ലാവുമ്മേ. അവർ ഈ കയറ് പിടിച്ച് കയറുന്ന പോലെ ഈ കുരുമുളകിൻ്റെ വള്ളി പിടിച്ചിട്ടാട്ട് അങ്ങനെ കയറുക. വലിയ വണ്ണുള്ള കുരുമുളക് വള്ളിയാവുകയെ പ്ലാവുമ്പുള്ളത്. അങ്ങനെയാട്ടാ നശിച്ച് പോയത്. അതാണ് ഇവർക്ക് ഞാൻ ചക്ക കൊടുക്കാതിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും വള്ളിയൊക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ പിടിക്കാനൊന്നും ഇനി ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ കുറച്ച് കറി ഞാൻ ഏട്ടന് ചൂടാറടുത്തേക്ക് കേട്ടാ. അങ്ങനെ നല്ല ആൾക്കാർ ഉണ്ടല്ലോ. ഞാനിങ്ങനെ രാത്രി ഇപ്പോൾ ഒരു 8:53 അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വോയിസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴേ നിറയെ ആളുകളും വാഹനങ്ങളൊക്കെ. അപ്പോൾ റോട്ടിലേക്ക് എന്തോ വീണുണ്ട്. അത് മുറിച്ച് മാറ്റിയിരുന്നു കേട്ടോ. അത് മുറിച്ച് മാറ്റിയപ്പോഴാണ് ഇപ്പോൾ ആൾക്കാരും വാഹനങ്ങളൊക്കെ വിടുകയാണ് കേട്ടത്. അതിപ്പോൾ ഇങ്ങനെ എന്താണെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ നോക്കുക. കറണ്ടൊന്നും ഇല്ല, മൊബൈലൊക്കെ അടിച്ചിട്ടാണ് ഓരോരുത്തർ പോണത്. കല്യാണം പോലെ കാറുകളും. അപ്പോഴാക്കി മനസ്സിലായി അത് റോട്ടിലേക്ക് എന്തോ വീണ് മുറിച്ച് മാറ്റിയിരുന്നു കേട്ടാ. അങ്ങനെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടാ. ഇനിയൊക്കെ നാളെ അറിയട്ടാ. അങ്ങനെ ഈ വാതിലുമ്മലേ അടുക്കളയത്തൊക്കെ പണ്ട് കഴിഞ്ഞു കേട്ടാ.
ഇങ്ങനെ ഇത് റെഡിമെയ്ഡ് വാതിലാട്ടാ, റൂമിൻ്റെ ഒരു വാതിലാണ്. ഇങ്ങനെ പൂപ്പിൽ പിടിച്ച പോലെ കേട്ടാ. അപ്പം അതൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടാ. വാതിലൊക്കെ ഇനിയിപ്പോൾ ഒരു കറക്കര ചങ്കരാന്തിരെ പണിയൊക്കെ ആവാറായില്ലേ. കുറേശ്ശെ ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ വേറെ ആരും ഇല്ലല്ലോ നമുക്ക് ചെയ്തു തരാനൊന്നും. ഓരോ ഭാഗം ഇങ്ങനെ ചെയ്തിട്ടൊക്കെ ക്ലിയറാക്കി എടുക്കണം കേട്ടോ, കുറേശ്ശൊക്കെ ആയിട്ട്. ഇത് മോളവിടെ ഇന്നുണ്ടായ കാറ്റാട്ടാ. അപ്പോൾ മോളൊരു വീഡിയോ ഇട്ട് തന്നതാ. ഇവിടെ രാത്രിയാട്ടാ ഉണ്ടായത്. അപ്പോൾ ആവി പിടിക്കട്ടെ ഞാൻ. അപ്പോൾ ആവി പിടിക്കുമ്പോൾ ഞാൻ മുന്നേക്ക് തന്നെ ഹോമിയോനെ കാണിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ചെവിക്ക് നീർക്കെട്ടുണ്ട് കേട്ടാ. ജലദോഷം വന്നാലൊക്കെ ചെവി ഒന്ന് പതുക്കിയാവും, പിന്നെ ചെവിയിൽ നിന്ന് ഇങ്ങനെ പിടി എന്നുള്ള ശബ്ദമാവും. അപ്പം എന്നോട് ഹോമിയോ ഡോക്ടർ പറഞ്ഞതാട്ടാ, ആവി പിടിക്കുമ്പോൾ ചെവിയൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ആവി അങ്ങനെ എനിക്ക് നീർക്കെട്ട് മാറൂട്ടാ. അപ്പോൾ കൂട്ടുകാർ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ആവി പിടിച്ച് നോക്കിയിട്ടാ, ചെവിയൊക്കെ ഒന്ന് ചെരിച്ച് പിടിക്കുക, രണ്ട് ചെവിയും. അപ്പോൾ ഈ ചെവിയിൽ നിന്നുള്ള പൊട്ടും അതൊക്കെ ഒന്ന് നല്ല ഭേദമാണ് കേട്ടാ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ ഇത് വൈകുന്നേരത്തെ ഒരു വീഡിയോ കേട്ടാ. അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുരുമുളകിൻ്റെ ആ വള്ളിയിലൊക്കെ ഒന്ന് കഷ്ണമാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് തലയും കടിയും മാറിയാൽ എനിക്ക് ഭയങ്കര ഇതാട്ടാ. തലയും കടിയും മാറും കൊത്തിയച്ചാൽ. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് അതൊക്കെ ഒന്ന് കൊത്തിയെടുക്കുകയാണ് കേട്ടാ. എന്നിട്ട് കുറച്ച് ഞാൻ പ്ലാവിൻ്റെ അവിടെയും കുത്തി വയ്ക്കണം. ഒരു കവുങ്ങുമ്മ തീരല്ല കേട്ടാ. ആ കവുങ്ങിൻ്റെ കടക്കലൊന്ന് പിടിച്ച് നോക്കണം. പല പ്രാവശ്യമാണ്. എന്താണാവോ ഇപ്പോൾ വലിയ പാടാണ് കേട്ടോ അപ്പോൾ ഈ കുരുമുളക് പിടിച്ച് കിട്ടാൻ. അപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ പിടിപ്പിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ പിടിക്കുന്നില്ല കേട്ടാ. പിന്നെ ചട്ടിയിലൊക്കെ പിടിപ്പിച്ചിട്ട് പിടിച്ചതിൻ്റെ ശേഷം കുഴിച്ചിരുന്ന് തരും. അപ്പം എന്തായാലും വെള്ളം വെച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കഷ്ണമാക്കി എടുത്തിട്ട് അതൊക്കെ ഒന്ന് കുഴിച്ചിട്ടു കേട്ടോ എന്തായാലും ഒന്ന്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ടാ കൂട്ടുകാരെ. അപ്പോൾ എനിക്ക് കുറച്ച് ലെങ്ത്തുള്ള കാരണം ചുമ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടാ മുത്തുമണികളെ. അപ്പോൾ ഓക്കെ, ബായ്.